ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ എൽ വ്ളോഗ്സ് വീഡിയോ. ഇന്നൊരു ഈസി റെസിപ്പിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു പാസ്ത റെസിപ്പിയാണ്. ഞാനൊരു സീ ഫുഡ് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. സീ ഫുഡ് പാസ്ത വേണ്ടി ഷ്രിമ്പാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള വെജിറ്റബിൾസോ ബ്രോക്കോളിയോ അല്ലെങ്കിൽ മഷ്റൂമോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഇല്ലെങ്കിൽ ചിക്കൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് എന്തെങ്കിലും വെജിറ്റബിൾസ് ഒന്നുമില്ല. അപ്പോൾ സീ ഫുഡ് കുറച്ച് ഷ്രിമ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷ്രിമ്പ് വെച്ചുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് മാക്രോണിയാണ്. നമുക്ക് ഏത് ടൈപ്പ് പാസ്ത വേണം യൂസ് ചെയ്യാം. ഇത് ഈ ഡിസാനോയുടെ ഇങ്ങനത്തെ കുട്ടി പാസ്തയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടി പാസ്ത ആകുമ്പം അത് കുറച്ച് വെന്ത് കഴിയുമ്പോൾ എന്താണ്ടും കുറച്ച് വലിപ്പം വെക്കും. വലുതാണ് അത് വീണ്ടും വലിപ്പം വെക്കും. അത് അത്ര ഭംഗി തോന്നാറില്ല. അപ്പം കുട്ടി മാക്രോണിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് കുഴപ്പമില്ല. ഇത് റെസിപ്പിയിലോട്ട് പോവാം. അപ്പം വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഇതനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടും. നമുക്ക് നല്ല ചീസൊക്കെ യൂസ് ചെയ്യുക, നല്ല ക്രീമൊക്കെ യൂസ് ചെയ്താലും അതിൻ്റെ പിന്നെ ടേസ്റ്റ് മേക്കറായിട്ടുള്ള ഒരു സംഭവം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ടേസ്റ്റ് മേക്കറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു രക്ഷയില്ലാത്ത നല്ല നമ്മൾ ഷോപ്പിലൊക്കെ ചെന്നാൽ നമ്മൾ സ്റ്റോറിലൊക്കെ കിട്ടുന്ന കണക്ക് നല്ല അടിപൊളി പാസ്ത ഇത് വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. റൈറ്റോ. അപ്പം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്, ആ ഡിസാനോയുടെ പാസ്ത ഞാൻ കാണിച്ചതിൻ്റെ ഒരു ഹാഫ് പാക്കറ്റ്, ഒരു 4 പേരുള്ള ഒരു കുടുംബത്തിന് ഒരു ഹാഫ് പാക്കറ്റെങ്കിലും വേണം. അപ്പോൾ ഹാഫ് പാക്കറ്റ് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് വെന്ത് ഡ്രെയിൻ ചെയ്ത് എടുക്കാം. ഇതുപോലെ പാസ്ത നമ്മൾ ടോപ്പിംഗ്സ് ആയിട്ടിരുന്ന ഷ്രിമ്പ് ആദ്യം റെഡിയാക്കാം. ഇച്ചിരി ബട്ടർ ഇട്ടിട്ട് അതിലോട്ട് നമ്മൾ ഈ കഴുകി വാരി വെച്ചിരിക്കുന്ന ഷ്രിമ്പ്, ഇത് ഫ്രോസൺ ഷ്രിമ്പാണ്, ഞാൻ അതിനെ കഴുകി വാരി എടുത്ത് വെച്ചിരിക്കുകയാണ്. അതെടുത്ത് അങ്ങോട്ട് ഇടുക. ചെമ്മീൻ, നമുക്കുള്ള ഫ്രഷ് ചെമ്മീൻ വേണേൽ യൂസ് ചെയ്യാം. അതാകുമ്പോൾ ഇച്ചിരി കൂടുതൽ നേരം വേവിക്കണം. ഇത് വളരെ ചെറിയ സാധനവും ഓൾറെഡി ഇത് വെന്തതായിരിക്കും സാധാരണ ഇങ്ങനത്തെ ഫ്രോസൺ ഷ്രിമ്പ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ ഈസി കുക്കിംഗ് ടൈം മതി. ഒരു 2 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ഷ്രിമ്പ് കുക്കായി കിട്ടും. വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചേക്കണം. ദാറ്റ് വിൽ മേക്ക് ഷുവർ ഇറ്റ് ഈസ് ഫുള്ളി കുക്ക്ഡ് കേട്ടോ. അപ്പോൾ എന്നിട്ട് അത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമുക്കതിനെ ഒരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ മാറ്റി വെക്കാം. എന്നിട്ട് അത് മാറ്റി വെക്കാം. ഇനി അവസാനം ടോപ്പിക്സ് ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി എടുത്താൽ മതിയാവും. അതിനിടയിൽ എനിക്കൊരു കുറച്ച് ബ്രോക്കോളിയും മഷ്റൂംസും കിട്ടി. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യുവാണ്. അപ്പം നമുക്ക് ഷ്രിമ്പിൻ്റെ കൂടെ ടോപ്പിങ്സ് ആയിട്ട് ബ്രോക്കോളിയും മഷ്റൂമും കൂടെ ആഡ് ചെയ്യാം. ഒരു ചെറിയ കുരുമുളകും വെതറി കുറച്ച് ഉപ്പും വെതറി അതിനെ ഒന്ന് സോട്ട് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുവാണ്. ആ ബ്രോക്കോളിയും മഷ്റൂമും വെന്ത് കഴിയുമ്പം നമുക്കതിനെയും കൂടെ നമ്മൾ ഷ്രിമ്പ് എടുത്ത് വെച്ച് പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെക്കാം. അങ്ങനെ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ടോപ്പിങ്സ് ആയിട്ട് പിന്നെ യൂസ് ചെയ്യാം. നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് കിടക്കാം. അതേ പാത്രത്തിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ബട്ടറിലേക്ക് നമുക്ക് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുറച്ച് ഗാർലിക്കുകളാണ്. അപ്പം ഒരു 3-4 പോഡ് ഗാർലിക്ക് ഒന്ന് അരിഞ്ഞെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഒന്ന് അതിനെ മൂപ്പിക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് വെന്താൽ മതിയാവും. അങ്ങനെ വെന്തൊക്കെ വന്നു കഴിയുമ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അതെന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഒരു മൈദ. ഇതിനെ തിക്കൻ ചെയ്യുന്നത് ഈ മൈദയാണ്. അപ്പം ഒരു 2-2.5 ടേബിൾ സ്പൂൺ വരുന്ന അളവിൽ നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. കാരണം ഇത്രയും അളവുണ്ടെന്ന് ഓർക്കണം. ഇത്രയും കൂടുതൽ അളവിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും എടുക്കുന്നത്. അതിലേക്ക് ഒരു പാക്കറ്റ് മിൽക്ക്, അപ്പം ഹാഫ് പാക്കറ്റ് ഓഫ് ഡിസാനോ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഏകദേശം 1 പാക്കറ്റ് മിൽക്കെങ്കിലും മിനിമം വേണം. എന്നാലേ ഇത് ഒത്തിരി തിക്കായി പോകാതെ ഇച്ചിരി ഒരു ഡൈലൂട്ടഡ് രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ 1 പാക്കറ്റ് പാലും അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്തെങ്കിലുമൊക്കെ കട്ടിയായിട്ട് ഈ മൈദ ലംബായിട്ട് ഫോം ചെയ്യും. ആ ലംബിനെയൊക്കെ നല്ല ഇളക്കി ഉടച്ചു കൊടുക്കണം. ആ സ്പൂൺ കൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഇളക്കി ഉടച്ചു കൊടുക്കുക. അങ്ങനെ ഉടച്ചൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ പാല് തിക്കനാവാൻ തുടങ്ങും. കാരണം മൈദയും പാലുമാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇത് രണ്ടും ഇതിനെ തിക്കൻ ചെയ്യുന്ന സാധനങ്ങളാണ്. അങ്ങനെ നല്ല ഇപ്പോൾ തീ കൂട്ടി തന്നെ ഇരിക്കട്ടെ. തിക്കൻ ചെയ്ത് തുടങ്ങി കഴിയുമ്പം നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. പിന്നെ ഒത്തിരി നേരം നമ്മുടെ അടുപ്പിൽ ഇത് ഇരിക്കാനും പാടില്ല. കാരണം ഇരിക്കും തോറും ഇത് തിക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാസ്ത ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു സാധനമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്രയും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തുമില്ല. അടുത്തതാണ് നമ്മുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. മറ്റൊന്നുമല്ല, മാജിക് ക്യൂബ്സ്, മാജിക് ക്യൂബ്സ്. എൻ്റെ കയ്യിൽ വെജിറ്റബിൾ മാജിക് ക്യൂബ്സേ ഉള്ളൂ. നമുക്ക് ചിക്കൻ മാജിക് ക്യൂബ് ഉണ്ട്, അതാണ് ഏറ്റവും നല്ലത്.
ഇത് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും ഒരു പാക്കറ്റായിട്ട്. ഇതിനകത്ത് ഒരു പാക്കറ്റിനകത്ത് ഒരു 10-12 ഉണ്ട്. ഞാൻ ഇതിനകത്ത് 2 വെജിറ്റബിൾ മാജിക് ക്യൂബ്സ് ഫുള്ളായിട്ട് ഇടുവാണ്. 2 മതി. ഈ ഒരു നല്ല അളവിലുള്ളപ്പം ഒരു 2 മതിയാവും. കുറച്ചൊക്കെ എടുക്കുന്നെങ്കിൽ 1 ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര പ്രോമിനൻ്റ് ആണ്. അപ്പോൾ ഒത്തിരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഉപ്പ് കൂടിപ്പോവും. ഇപ്പം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഉപ്പ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് നന്നായിട്ട് തിക്കനായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വെന്ത് ഡ്രെയിൻ ചെയ്ത് പച്ചവെള്ളത്തിൽ ഡ്രെയിൻ ചെയ്യണേ. പച്ചവെള്ളത്തിൽ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആവശ്യത്തിന് മാത്രമേ പാസ്ത ഇട്ട് കൊടുക്കാവുള്ളൂ. അതായത് കണ്ടോ, പാസ്ത ഇട്ട് കഴിയുമ്പോൾ ഇത്രയും ഒരു ലിക്വിഡ് ഫോമിലായിരിക്കണം. ടൈറ്റായി പോകരുത്. ടൈറ്റായി പോയി കഴിഞ്ഞാൽ അതിനെ ഡിസോൾവ് ചെയ്യാൻ പിന്നെ പാലൊഴിക്കുകയും നിവർത്തിയുള്ളൂ. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസിയും ടേസ്റ്റും ഒക്കെ ലൂസാവും. ഈ ഒരളവിൽ വെക്കുക. ഇതിനകത്ത് നമ്മൾ ഇനി ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് ക്രീം. അപ്പം ഞാനിത് നമ്മൾ തന്നെ പാടയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ക്രീമാണ്. നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന മിൽക്കി മിസ്റ്റിൻ്റെയോ അമൂലിൻ്റെയോ ഒക്കെ ക്രീം യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഈ പാലിൻ്റെ പാട നമ്മളെടുത്ത് ബട്ടറാക്കി വെക്കുമല്ലോ, ആ ബട്ടറാക്കി വെച്ചത് ഫ്രിഡ്ജിലിരുന്നത് ഇപ്പം നേരിട്ടെടുത്ത് ഉപയോഗിക്കണം. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആവും. അഡീഷണലി നമുക്ക് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ചീസും കൂടെ വന്നു കഴിഞ്ഞാൽ എക്സെപ്ഷണൽ ടേസ്റ്റ്. ഇത് തന്നെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുന്ന അതുപോലെയുള്ള ഐറ്റം ആയിരിക്കും ഇത് കേട്ടോ. ഒരു ഡൗട്ടും ഇല്ല കാര്യത്തിൽ. ഇനിയും ചീസ് കൂടെ ചേർത്താൽ എക്സെപ്ഷണൽ ടേസ്റ്റി. ഓക്കെ, അപ്പം അങ്ങനെ ഇനിയും ഇത്രയേ ഉള്ളൂ കണ്ടോ. ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു രീതിയിൽ തന്നെ കിടക്കണം. എങ്ങാനും ടൈറ്റനായി പോയി കഴിഞ്ഞാൽ പാല് ചേർത്ത് ലൂസാക്കണം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ടോപ്പിങ്സ് അങ്ങോട്ട് ആഡ് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനകത്ത് കുരുമുളകിൻ്റെ ഒരംശം വന്നു. ഞാൻ ആ ബ്രോക്കളിയിൽ കുരുമുളക് ഇട്ടിരുന്നു, അപ്പം കുരുമുളകിൻ്റെ ഒരംശം വന്നു. ഈ ഷ്രിമ്പും ബ്രോക്കളിയും ഒക്കെ സോട്ട് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതും കൂടെ ബാലൻസ് ചെയ്യും. ഞാൻ ഉപ്പ് നോക്കിയപ്പോഴത്തേക്ക് ഉപ്പൊക്കെ പെർഫെക്റ്റ് ആണ്. അങ്ങനെ നമ്മുടെ അടിപൊളി പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്താൽ മതിയാവും. അപ്പം ഞാൻ പിള്ളേരിവിടെ അക്ഷമരായിട്ട് കാത്തു നിൽക്കുവാണ്. ഞാനപ്പോൾ അവർക്കൊന്ന് ആദ്യം കൊടുക്കട്ടെ, അവർ ടേസ്റ്റ് ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. അപ്പം ഞങ്ങളിത് ഒരു ആഴ്ചയിൽ ഒരിക്കലെന്നുള്ള രീതിയിലെങ്കിലും മിനിമം വീട്ടിലുണ്ടാക്കാറുണ്ട്. ഇത്രയും പരിഷ്കാരത്തോടൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും മിനിമം രീതിയിലെങ്കിലും ഉണ്ടാക്കി അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനി എന്താണ് അവർ പറയുന്നത് നല്ലല്ലോ എടുക്കുന്നു. എങ്ങനെയുണ്ടടാ? എപ്പോഴത്തെ പോലെ തന്നെ ടേസ്റ്റ് ഉണ്ടോ? നാവക്ക് കൊടുത്തേടാ, ഇച്ചിരി ഒരു വാങ്ങോട്ട് വെച്ച് കൊടുത്ത് ഷെയറിങ്. റെഡി? സൂപ്പറാണോ? ഇസേലിനോടെ കൊടുത്ത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ പാസ്തയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം കുട്ടികൾ നാഞ്ഞൊക്കെ ടേസ്റ്റ് ചെയ്തു, നല്ല ടേസ്റ്റിയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഇറ്റ്സ് മീ അനീറ്റ സൈനിങ് ഓഫ് ഫ്രം എൽ വ്ളോഗ്സ്. ടേക്ക് കെയർ.